ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തക്കാളി വെച്ചിട്ടൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കിയാലോ. ഇതാണ് തക്കാളി തൊക്ക്. ഇത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ദോശക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ ഐറ്റമാണ് കേട്ടോ. ഇതൊരു തമിഴ്നാടൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിന് നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ്. ഇതൊരു 1/2 കിലോ തക്കാളി ഉണ്ട്. ഇനി നമുക്കൊരു സവാള, 6 പച്ചമുളക്, 20 അല്ലി വെളുത്തുള്ളി, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി ചൂടാവാനായിട്ട് വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് നെടുകെ കീറിയാണ് എടുത്തിട്ടുള്ളത്. സവാളയും ചെറുതായി ഒന്ന് അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിത് കേടുകൂടാതെ തന്നെ കുറച്ച് ദിവസങ്ങളോളം സൂക്ഷിച്ച് വെക്കാനായിട്ടാണ് കേട്ടോ നല്ലെണ്ണ ഉപയോഗിക്കുന്നത്. നിങ്ങളിത് കുറച്ച് മാത്രം പെട്ടെന്ന് കഴിക്കാനായിട്ടാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയും നിങ്ങൾക്കിതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. കടലപ്പരിപ്പ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഈ സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പോൾ കടലപ്പരിപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി ഇതിലെ കടുകെല്ലാം ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് ഉഴുന്നൊരു ഗോൾഡൻ നിറമാവുന്നവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ് ഉഴുന്നതാ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതൊരു 20 അല്ലി വെളുത്തുള്ളി ഉണ്ട്, ഏകദേശം ഒരു 40 ഗ്രാം. അതും കൂടി ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ചേർത്ത് ഒരു 4-5 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നമുക്കൊന്ന് ഫ്രൈ ആയി കിട്ടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ഒന്ന് വെന്ത് വന്നോട്ടെ. പച്ചമുളക് വെന്ത് ഏകദേശം അതിൻ്റെ പുറമേയുള്ള നിറമൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഇനി കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീർ ചില്ലി. ഇത്രയുമാണ് നമുക്ക് പൊടികളായിട്ട് ആവശ്യമുള്ളത്. പിന്നെ അവസാനം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മുടെ കറിവേപ്പില എല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിച്ചതിന് ശേഷം ഇനി സവാള ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്രയും മതി. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ട് എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പൊടികൾ ഇട്ട് കൊടുക്കുന്ന സമയം തന്നെ അതങ്ങ് കരിഞ്ഞു പോവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 3/4 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അവസാനം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി തക്കാളിയും മസാലയും എല്ലായിടത്തും ഒന്ന് യോജിച്ച് വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തക്കാളിയും മസാലയും എല്ലാം ഒരുപോലെ ഒന്ന് യോജിച്ച് വരുന്നവരെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. വെള്ളം ഒഴിക്കണ്ട, അങ്ങനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളി പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് കിട്ടും. ഈ ഒരു തക്കാളി തൊക്ക് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ദോശക്കും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ കോമ്പിനേഷനാണ്. ഇത് നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്കും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കി വെച്ചാൽ ഒരാഴ്ച 2 ആഴ്ചയോളൊക്കെ നമുക്കിത് ഒരു കേടും കൂടാതെ തന്നെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതൊരു തമിഴ് സ്റ്റൈൽ തക്കാളി തൊക്കാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് നല്ല കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലൊരു തിക്ക് ഗ്രേവിയായി മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയം നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളി പിഴിഞ്ഞ് അതും കൂടി അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കണം. ഈ ഒരു സമയം നമുക്കിത് മിക്സിയിൽ അടിച്ച് നല്ല സ്മൂത്ത് പേസ്റ്റ് ആക്കിയിട്ടും തക്കാളി തൊക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മിക്സിയിലൊന്നും അടിക്കുന്നില്ല. ഇനി പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ നേരത്തെ ചേർക്കാതെ മാറ്റി വെച്ചിരുന്ന 1-2 സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതും കൂടി ഈ ഒരു സമയത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തക്കാളി തൊക്ക് ഇനി വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും.
അതിനായിട്ടൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, അതുപോലെ തന്നെ ഉലുവയും കടുകും തുല്യ അളവിലെടുത്ത് അതൊന്ന് വറുത്ത് പൊടിച്ച് അതിൽ നിന്നൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതോ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ശർക്കര ഇതിൽ ഓപ്ഷണലാണ് കേട്ടോ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതാ കണ്ടില്ല, നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ തക്കാളി തൊക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിനൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്ക് ഒരാഴ്ചയോ 2 ആഴ്ചയോളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. പക്ഷേ അതിന് മുമ്പേ തന്നെ അത് തീർന്നു പോകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കണേ. ഇതുപോലെയുള്ള നല്ല സൂപ്പർ റെസിപ്പികൾക്കായി ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.